ഏയ് ഒന്നുമില്ല ചേച്ചി, ഞങ്ങളിന്ന് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. ആ, നിങ്ങളെല്ലാരും തിരിച്ചെത്തിയോ? ആ പിന്നെ ചേച്ചി, ആദിച്ചേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ആദിച്ചേട്ടനൊന്ന് ഫോൺ കൊടുക്കാവോ? മോളെ, ഇപ്പൊ അവന് ഫോൺ കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. എന്താ എന്താ ഇവിടെ സുമിത്രേ, എന്താ? ആദി എവിടെയാണെന്ന് എനിക്ക് അറിയണം. എന്റെ മോൻ എവിടെയാണെന്ന് എനിക്ക് അറിയണം അച്ഛാ. ഒന്ന് സമാധാനപ്പെടും മോളെ. ഇങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? ആദി വരും. എപ്പോ വരും അമ്മേ? അവൻ എങ്ങോട്ടാ പോയെന്ന് ആർക്കെങ്കിലും അറിയോ? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. എവിടെയാണെന്ന് ഒരാൾക്കും അറിയില്ല. എല്ലാരും കൂടി ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടല്ലേ എന്റെ മോനെ കൊണ്ട് ഇവിടെ കഴുത്ത് താലിയടിച്ചത്. സുമിത്ര, അവന് ഈ കല്യാണത്തിൽ താല്പര്യം ഉണ്ടായിരുന്നോ? ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ അവന് മനസ്സുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അവന്റെ മനസ്സിലെന്താന്ന് ഒരാളെങ്കിലും ചോദിച്ചോ? ഇവളുടെ കഴുത്ത് താലി കെട്ടണം, ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം. അത് മാത്രമായിരുന്നല്ലോ എല്ലാവരുടെ ആവശ്യം. അവനൊട്ടും താല്പര്യമില്ലാത്തൊരു ബന്ധത്തിലേക്ക് എല്ലാരും കൂടി അവനെ നിർബന്ധിച്ച് തള്ളിവിട്ടു. അവന്റെ കണ്ണുനീരും വേദനയൊന്നും ആരും കണ്ടില്ല. ഓഹോ, അപ്പൊ ഏട്ടത്തി അച്ഛന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യുവാണല്ലേ? ആശേ, സുമിത്ര എപ്പോഴാ അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്? അച്ഛനെ അവള് ചോദ്യം ചെയ്തിട്ടില്ല. അവളുടെ വേദന കൊണ്ട് പറഞ്ഞതാ. ഒരമ്മയുടെ മനസ്സ് പൊള്ളുമ്പോ വരുന്ന വാക്കുകളാ അത്. അത് നീ മനസ്സിലാക്ക്. ഞാൻ ആരെ ചോദ്യം ചെയ്തിട്ടില്ല അച്ഛാ. എനിക്കെന്റെ മോനെ വേണം. അവൻ സുരക്ഷിതനാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഈ കല്യാണം അവന്റെ മനസ്സിനുണ്ടാക്കിയ വേദന എത്രയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ എനിക്ക് പേടി. ആ മനോവിഷമത്തില് എന്റെ മോൻ എന്തെങ്കിലും കടും കൈ ചെയ്താ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല. മോളെ, ഏട്ടത്തി എന്താ? ഒരാളുടെ തീരുമാനം, ഒരാളുടെ പിടിവാശി എത്ര പേരുടെ കണ്ണീരിന് കാരണമാകുന്നുവെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വനിതാ, ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാ നടന്നത്? ചുരുക്കി പറഞ്ഞ ആദിച്ചേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അല്ല, എന്നിട്ട് ആദ്യം എവിടെയുണ്ട്? ആദിച്ചേട്ടൻ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഞങ്ങൾ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശരിക്കും അറിയില്ലേ? ഇല്ലെന്നേ. അഞ്ജലി, മുത്തശ്ശ, രാകേഷ്. ആ, വരുന്നു മുത്തശ്ശ. രാകേഷേ, നീ ബാംഗ്ലൂരിൽ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോ? ആ മുത്തശ്ശ, ഭംഗിയായിട്ട് കഴിഞ്ഞു.
ആദ്യം എവിടെ ഉണ്ട്? സത്യം പറയണം. ഞങ്ങൾക്കറിയില്ല മുത്തശ്ശ. അതെ സത്യം. അതെ, നിങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ആദ്യം എവിടെയൊക്കെ പോകും, ആരെയൊക്കെ കാണും, എവിടെയൊക്കെ ഒളിച്ചിരിക്കും, അതൊക്കെ ഈ വീട്ടിൽ മറ്റാരെക്കാളിലും നന്നായിട്ട് അറിയാവുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്, അല്ലേ? അവൻ എവിടെയുണ്ടെങ്കിലും കണ്ടെത്തി തിരിച്ചിവിടെ കൊണ്ടുവന്നിരിക്കണം, ഇപ്പോൾ തന്നെ. മുത്തശ്ശ പക്ഷേ എന്തൊന്ന് പക്ഷേ? ഒരു പക്ഷേയുമില്ല. കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവൻ പോയിരിക്കുക. എവിടെയാണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. ഇതേ കുട്ടിക്കളിയല്ല. പോയി അന്വേഷിക്ക. ദേ, ആദ്യം കിട്ടാതെ നിങ്ങൾ രണ്ടുപേരും എന്റെ മുൻപിൽ വരണ്ട, കേട്ടല്ലോ? വിട്ടോ വിട്ടോ. അവനോടെ ഫൈസി. എടാ ആദി, ഞാൻ പറഞ്ഞില്ലേ അവനൊരു ആക്സിഡന്റ് ആയി, കാലൊടിഞ്ഞ് വീട്ടിലിരിപ്പ. എങ്ങനെ പറ്റിയെന്നറിയോ? രാത്രി 12 മണിക്ക് ബർഗർ അടിക്കാൻ പോയതാ ബ്രോ. അതാ പണി കിട്ടി. ഓ അല്ലടാ ആദി, നിനക്കെന്താ വന്നപ്പോ തൊട്ട് ഒരു മൂഡ് ഓഫ്? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. അതല്ലേ പാട്ടൊക്കെ പാടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ. ഹലോ 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 ആ ഹലോ ആ അഞ്ജലി, എന്താ? ചേച്ചി, ആദിച്ചേട്ടൻ അവിടെ ഉണ്ടോ? ആ ഉണ്ടല്ലോ. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല ചേച്ചി, ഞങ്ങളിന്ന് നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. ആ, നിങ്ങളെല്ലാരും തിരിച്ചെത്തിയോ? ആ പിന്നെ ചേച്ചി, ആദിച്ചേട്ടന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ആദിച്ചേട്ടനൊന്ന് ഫോൺ കൊടുക്കാവോ? മോളെ, ഇപ്പൊ അവന് ഫോൺ കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. എന്തോ ചേച്ചി? ഏയ് പേടിക്കാനൊന്നുമില്ല. കുറെ നാള് കൂടിയിട്ട് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും ഒന്ന് ഒത്തുകൂടിയതല്ലേ, അതിന്റെ ഒരു സെലിബ്രേഷൻ. ആദിച്ചേട്ടനോട് വേഗം വീട്ടിലോട്ട് വരാൻ പറയണേ ചേച്ചി. ആ പറയാം. ചേച്ചി, എന്താ മോളെ? ആദിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തു പറയാൻ? അല്ല, നാട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ആ